ഓക്കെ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു ഗ്രീൻ പീസ് കിഴങ്ങ് കറിയാണ് ഇത്. ചപ്പാത്തിക്കും പൂരിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു മസാലക്കറിയാണ്. ഹലോ, വെൽക്കം ടു അജയ് കിച്ചൻ. ഇന്ന് ഞാനൊരു ചപ്പാത്തി കറി ഉണ്ടാക്കാൻ പോകുന്നേ. അതിന് വേണ്ടിയിട്ട് ഒരു 150 ഗ്രാം ഗ്രീൻ പീസ് ഫ്രോസണാണേ, പിന്നെ 2 വലിയ കിഴങ്ങ്, അത് ഇത് പുഴുങ്ങിയതാണ്, ഉപ്പൊന്നും ഇട്ടിട്ടില്ല, വെറുതെ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചേക്കാണേ. നമുക്കൊന്ന് തുടങ്ങിയാലോ. കടായി എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഗ്യാസ് ഓണാക്കേ. പാത്രം ചൂടാവട്ടെ. ചൂടായ പാത്രത്തിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ചൂടായ എണ്ണയിൽ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടട്ടെ. ഈ പൊട്ടിയ കടുകിലോട്ട് 2 കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തത്, 1 ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, പിന്നെ 4 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത്, അതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു പച്ച ഒരു മണമുണ്ടല്ലേ, ചെറുതായിട്ടൊന്നും ഇതിലോട്ട് 1 കഷ്ണം പട്ട, ചെറിയൊരു കഷ്ണം പട്ട, ഇത്രയും പോലെ അത് ഇട്ട് കൊടുക്കേ. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇപ്പം ഇത് പച്ചമുളക് ഇടുന്നതിന് മുമ്പ് തന്നെ ഈ പട്ട ഇട്ട് കൊടുക്കണേ. ഇതൊന്ന് വഴന്ന് കിട്ടിയിട്ട് മതി, ഒരു 10-30 സെക്കൻഡ് ഒന്ന് വഴന്നാൽ മതി. ഇനി ഇതിനകത്ത് ഒരു വലിയൊരു സവാള ഗ്രേറ്റ് ചെയ്തേ, അത് ഇട്ട് കൊടുത്ത് ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തേ. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഓക്കെ, നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചെറിയ ഇടത്തരം തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞതേ, അത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഈ സിമ്മിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കവർ ചെയ്യണം. കാര്യം ഈ തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടേ. 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ സവാള നോക്കാം, തക്കാളി നോക്കാം. ഓക്കെ, തക്കാളിയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് മതിയേ, ഒരു 2 മിനിറ്റ് ഒന്ന് കിടന്നാൽ മതി. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തേ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യാം. അജയ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ഇല്ലേ, അതിട്ട് കൊടുക്കാം. ഫ്രോസണാണ്, വേവ് കുറവാണ്. നല്ലത്, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. തീ മീഡിയത്തിൽ വെക്കാം. ഇതൊരു 4 മിനിറ്റ് കിടക്കട്ടെ. നമ്മുടെ ഗ്രീൻ പീസ് നോക്കാം. ഗ്രീൻ പീസ് ഫ്രോസൺ ആണ്, പെട്ടെന്ന് വരുന്നോളും.
ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആവാറേ. ഇനി ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ ഈ കിഴങ്ങ് പുഴുങ്ങി റെഡിയാക്കി വെച്ചേക്കില്ല, അതിട്ട് കൊടുക്കേ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഈസി ആയിട്ടുള്ളൊരു കറിയാണേ. ഒരു 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തേ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ കിഴങ്ങ് ഉപ്പിട്ടല്ല വേവിച്ചത്, പുഴുങ്ങി വെച്ചിരുന്നത്. ഇതിനകത്ത് കുറച്ച് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നേ. ഇതിനാവശ്യമുള്ള ഒരു 1/2 ടീസ്പൂണും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂണോളം ഫ്രഷ് അല്ല കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുത്ത് ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. തീ മീഡിയത്തിൽ തന്നെയാണ് കിടക്കുന്നത്. ഇത് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. മീഡിയത്തിന് ഒന്ന് കുറച്ചുകൂടെ കുറയ്ക്കാം. ഒന്ന് സിമ്മിനും മീഡിയത്തിനും ഇടയ്ക്ക് വെക്കാം. 2-3 മിനിറ്റ്. കാര്യം കിഴങ്ങ് വെന്തതോ, ഇനി കിഴങ്ങ് വേവാനില്ലേ, ഒന്ന് കിടക്കട്ടെ. കറി നോക്കിയാലോ. ഇപ്പം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടേ അത് മതി. കാര്യം ഫ്രോസൺ അല്ലേ, എല്ലാം വേവിച്ചതും അല്ലേ, മറ്റേത് ഫ്രോസണോ. എനിക്ക് നല്ല മണം. ഇതിൻ്റെ അമ്മ എന്ത് നല്ല സ്മെല്ലായിരിക്കും. ഇത്രയും മതിയേ. ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ പറ്റും, പൂരിക്കും ഒക്കെ പറ്റുന്ന നല്ല കറിയാണേ. അപ്പം ഇനി ഇതിനകത്ത് കുറച്ച് ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുക്കേ. വേറൊന്നുമില്ല പണി. ഞാനിത് സർവിങ് ബൗളിലോട്ട് മാറ്റേ. നല്ല ടേസ്റ്റി ആയിട്ടൊരു മസാല. ഗ്യാസ് ഓഫ് ആക്കുകയാണ്. ഞാനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റട്ടെ. ചപ്പാത്തിക്കറി ഈ സെർവിങ് ബൗളിലോട്ട് മാറ്റേ. താഴോട്ട് വെച്ച് കഴിക്കാം. ഓക്കെ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു ഗ്രീൻ പീസ് കിഴങ്ങ് കറിയാണ്. അപ്പോൾ ഇത് ചപ്പാത്തിക്കും പൂരിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു മസാലക്കറിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.